പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2018 റിലീസായ ദ വിച്ച് പാർട്ട് 1 സബ്വേർഷൻ എന്ന കൊറിയൻ സിനിമയുടെ റിവ്യൂ ആണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കാം. 2018 റിലീസായ ഒരു ആക്ഷൻ മിസ്റ്ററി ത്രില്ലർ മൂവിയാണ് ദ വിച്ച് പാർട്ട് 1 സബ്വേർഷൻ. സിനിമ മലയാളം സബ്ടൈറ്റിലൂടെ കാണാവുന്നതാണ്. നിഗൂഢമായ ഒരു ബിൽഡിംഗിൽ നിന്നുമാണ് കഥ ആരംഭിക്കുന്നത്. അവിടെ മുഴുവൻ ചോരക്കറകളും കൊലപാതകവുമൊക്കെയാണ് കാണിക്കുന്നത്. അവിടെ നിന്നും ഒരു 8 വയസ്സുകാരി പെൺകുട്ടി ഓടി രക്ഷപ്പെടുന്നതും അവളുടെ പുറകെ അവളെ അന്വേഷിച്ച് അവിടുത്തെ ആളുകൾ നടക്കുന്നതായും കാണിക്കുന്നു. പിന്നീട് മക്കളൊന്നുമില്ലാതെ താമസിക്കുന്ന 2 ദമ്പതികളുടെ വീടിന്റെ മുറ്റത്ത് ബോധം കെട്ട് കിടക്കുന്ന കുട്ടിയെയാണ് കാണിക്കുന്നത്. അവർ അവളെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയും ചികിത്സിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം 10 വർഷം കഴിഞ്ഞാണ് കാണിക്കുന്നത്. മുന്നേ നടന്ന കാര്യങ്ങളൊന്നും തന്നെ ഓർമ്മയില്ലാതെ ആ ദമ്പതികളുടെ മകളായി ജീവിക്കുന്ന പെൺകുട്ടി കുടുംബ ബന്ധങ്ങളിലൂടെയും സൗഹൃദത്തിലൂടെയും ഒക്കെയാണ് പിന്നീട് കഥ പറഞ്ഞു പോകുന്നത്. അങ്ങനെ ഇരിക്കെ അവളൊരു റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കുകയും ആ ഷോ ടിവിയിൽ വരുന്നതോടെ അവൾ 8-ാം വയസ്സിൽ ചാടിപ്പോയ സ്ഥലത്തെ ആളുകൾ അവളെ തിരിച്ചറിയുകയും 10 വർഷങ്ങൾക്ക് ശേഷം അവളെ തേടി വരികയും അവളെ തിരിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. എന്തിനാണ് ഇത്ര വർഷങ്ങൾക്ക് ശേഷവും അവർ അവളെ തേടിയെത്തുന്നത്? എന്താണ് അന്ന് ആ ബിൽഡിങ്ങിൽ സംഭവിച്ചത്? അങ്ങനെ നിഗൂഢമായ ഒട്ടേറെ സസ്പെൻസുകളുമായാണ് പിന്നീട് സിനിമ പോകുന്നത്. ആകാംക്ഷകൾ നൽകുന്ന സീനുകളിലൂടെ തികച്ചും ത്രില്ലിംഗ് ആയാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. അതാണ് സിനിമയുടെ ഹൈലൈറ്റ്. ആദ്യ പകുതിയിൽ ഒട്ടും പിടിതരാതെയാണ് കഥ മുന്നോട്ട് പോകുന്നത്. ആരാണ് ആ കുട്ടിയെന്നും അവൾ എവിടെ നിന്നാണ് രക്ഷപ്പെട്ട് വന്നതുമെന്നും പ്രേക്ഷകന് പിടികിട്ടാത്ത വിധത്തിലാണ് സിനിമ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യം മുതൽ അവസാനം വരെ ത്രില്ലിംഗ് മോഡിൽ പ്രേക്ഷകനെ പിടിച്ചിരുത്താൻ സിനിമയ്ക്ക് സാധിക്കുന്നു. ക്ലൈമാക്സിലേക്ക് അടുക്കുമ്പോഴാണ് ഓരോ രഹസ്യങ്ങളും പുറത്തു വരുന്നത്. ചെറിയ ട്വിസ്റ്റുകളും നായികയുടെ 2-ാം പകുതിയിലെ ഒന്നൊന്നര പെർഫോമൻസും ഒക്കെ കൂടിയാവുമ്പോൾ മികച്ച ഒരു ആക്ഷൻ മിസ്റ്ററി ത്രില്ലർ മൂവിയാണ് ദ വിച്ച് പാർട്ട് 1 സബ്വേർഷൻ. അതുപോലെ തന്നെ ഒരു 2-ാം ഭാഗത്തിന്റെ സൂചന കൂടി നൽകിയാണ് സിനിമ അവസാനിക്കുന്നത്. സിനിമയുടെ ഡയറക്ഷനും സിനിമാറ്റോഗ്രഫിയും VFXും ഒക്കെ തന്നെയാണ് എടുത്തു പറയേണ്ട കാര്യങ്ങൾ. തീർച്ചയായും കണ്ടിരിക്കാവുന്ന നല്ലൊരു മികച്ച കൊറിയൻ സിനിമയാണ് ദ വിച്ച് പാർട്ട് 1 സബ്വേർഷൻ. സിനിമ മലയാളം സബ്ടൈറ്റിലോടെ കാണാവുന്നതാണ്. സിനിമ ടെലഗ്രാം ചാനലിൽ അവൈലബിൾ ആണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നു. സിനിമ കണ്ടിട്ടുള്ളവർ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. മൂവി റിവ്യൂസിനും എന്റർടൈൻമെന്റ് വീഡിയോസിനുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.